Today we are discussing about the income elasticity. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇൻകം ഇലാസ്റ്റിസിറ്റിയാണ് ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എല്ലാമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾക്ക് ആദ്യം പഠിക്കാം. In economics, the income elasticity of demand is the responsiveness of the quantity demanded for a good to a change in consumer income. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് കൺസ്യൂമറുടെ ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചിന് അനുസൃതമായിട്ട് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിലുണ്ടാവുന്ന മാറ്റം എത്രയാണ് എന്നുള്ളതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, നമ്മുടെ ഇൻകത്തിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ഡിമാൻഡിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അളക്കുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ പെർസെൻറ്റേജ്. ഇത് മെഷർ ചെയ്യുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഈ എത്ര പെർസെൻറ്റേജ് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതായത് എത്ര പെർസെൻറ്റേജ് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു ഏതിനനുസൃതമായിട്ട്, നമ്മുടെ ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചിന്. അതായത് ഇത്ര പെർസെൻറ്റേജ് ഇൻകം ചേഞ്ച് ചെയ്തു, അതിനനുസൃതമായിട്ടോ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചു അല്ലെങ്കിൽ മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റിയിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇൻകം ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം. ഇൻകത്തിൽ ഉണ്ടാവുന്ന പ്രപ്പോർഷനേറ്റ് ചേഞ്ച്. ഇനി പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻകം. ഇത്രയാണ്. അതായത് സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മുടെ ഇൻകത്തിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതിനനുസൃതമായിട്ട് എത്ര മാറ്റം ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ ഇതിൽ ഉണ്ടായി എന്നുള്ളതിനെ അളക്കുന്നതിനെയാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രത്തോളം ചേഞ്ചായി എന്നുള്ളതിന് നമ്മൾ കണ്ടെത്തുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണ് ചേഞ്ച് ആയത് അത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഒറിജിനൽ എത്രയാണ് ഡിമാൻഡ് എന്നുള്ളത്. പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻകം ഇലാസ്റ്റിസിറ്റി കാണുന്നതിന് പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം. അപ്പോൾ ഇതിൽ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം കാണാൻ ചേഞ്ച് ഇൻ ഇൻകം എത്രയാണ് ഇൻകം ചേഞ്ച് ചെയ്തത്, ആ എമൗണ്ട് എത്രയാണ്, എത്ര പെർസെൻറ്റേജ്, അതിന് ഒറിജിനൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻകം. ഒറിജിനൽ നമ്മുടെ ഇൻകം എത്രയാണ്. Income elasticity of a demand for a commodity is positive except in case of inferior goods. ഇൻഫീരിയർ ഗുഡ്സിനല്ലാതെ എല്ലാ ഗുഡ്സിനും എന്താണ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് നെഗറ്റീവ് എന്നാണ്. ഇവിടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഫോർ എ കമോഡിറ്റി ഈസ് പോസിറ്റീവ്. എന്തിനെ ഒഴിവാക്കി? എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. ടൈപ്സ് ഓഫ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്തൊക്കെയാണ്? ഇൻകം ഇലാസ്റ്റിസിറ്റിൻ്റെ ടൈപ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. എന്താണ് സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി? ഹിയർ a change in income will have no effect on the quantities demanded. സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ
ചേഞ്ച് ചെയ്തു. പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യുന്നില്ല, മാറ്റമുണ്ടാവുന്നില്ലെങ്കിൽ അതിനെയാണ് സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഇൻകം വിൽ ഹാവ് നോ എഫക്റ്റ് ഓൺ ദ ക്വാണ്ടിറ്റീസ് ഡിമാൻഡഡ്. ഓക്കെ, എക്സാമ്പിളായിട്ട് സോൾട്ട്, സിഗരറ്റൊക്കെ നമ്മൾക്ക് ഉപ്പ്, നമ്മൾക്ക് എത്ര ഇൻകം ചേഞ്ച് വന്നു കഴിഞ്ഞാലും ഉപ്പ്, ഒരു സിഗരറ്റ് വലിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ അളവിലും ഇതിലൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അല്ലേ. ഇനി നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ആസ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം വിൽ ലീഡ് ടു ഡിക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ദിസ് ഹാപ്പൻ ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം കൂടിയിട്ടും അതെന്ത് ചെയ്തു, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു എന്നുള്ളത്, അതിനെയാണ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഏത് ഒരു ഗുഡ്സിൻ്റെ പേരിൽ മാത്രമാണ് എന്തെന്ന് ചെയ്യുന്നത്, ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവാണെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു അല്ലേ, ഏതിലാണ്, ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ. അപ്പോൾ ദിസ് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. എന്താണ് പോസിറ്റീവ്? ആൻ ഇൻക്രീസ് ഇൻ ഇൻകം വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇൻകം ഇൻക്രീസ് ചെയ്തു, അത് എന്ത് തന്നെയാണ്, നമ്മുടെ ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻക്രീസ് ചെയ്തു. ഇതിനെയാണ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇൻകം ഇലാസ്റ്റിസിറ്റി എല്ലായ്പ്പോഴും പോസിറ്റീവാണ്, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. ഓക്കെ, ഫോർ മോസ്റ്റ് ഗുഡ്സ്, നോർമൽ ഗുഡ്സ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രോസ് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച്. യഥാർത്ഥത്തിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറിപ്പോയിരുന്നു എന്ന് വേണം പറയാൻ. എന്താണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി? The map shows the change in quantity demand for a commodity due to change in price of another commodity, that is may be substitute or complementary. മനസ്സിലായോ? അതായത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അനദർ കമ്മോഡിറ്റി. നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? വേറൊരു കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാവുന്ന മാറ്റം കൊണ്ട്. മനസ്സിലായോ? ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അനദർ കമ്മോഡിറ്റി, ദാറ്റ് ഈസ് മേ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ കോംപ്ലിമെൻ്ററി. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു. എന്തുകൊണ്ട്? മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിലയിലുണ്ടാവുന്ന വ്യത്യാസം കൊണ്ട്. ഇതിനെയാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മേ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആയിരിക്കാം. ഇവിടെ ED = എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. എത്ര പെർസെൻറ്റേജ് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ച ഒരു എ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ, ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ബി. എത്ര പെർസെൻറ്റേജ് ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്തു എന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ്, അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി. എന്താണ് അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളതാണ്. ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ചേഞ്ചസ് ഇൻ അഡ്വർടൈസിങ് ഓർ അതർ പ്രൊമോഷൻ എക്സ്പെൻസസ്. The impact of advertising and sales promotion
can be studied with the help of concept of advertising elasticity. അഡ്വർടൈസിങ്ങിന് ചിലവഴിക്കുന്ന പണം കൊണ്ട് അല്ലെങ്കിൽ അഡ്വർടൈസിങ് നമ്മളെ ഡിമാൻഡിൽ, കമ്മോഡിറ്റി ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസിനെയാണ് അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അഡ്വർടൈസിങ് കാരണം നമ്മളുടെ ഡിമാൻഡിലുണ്ടാകുന്ന വർധനവ് അല്ലെങ്കിൽ മാറ്റത്തെയാണ്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സെയിൽസ്, ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സെയിൽസ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ അഡ്വർടൈസിങ് ആൻഡ് അതർ പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ. അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോഷണൽ ഇലാസ്റ്റിസിറ്റി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സെയിൽസ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ അഡ്വർടൈസിങ് ആൻഡ് അതർ പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്സ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് കമ്മോഡിറ്റി അല്ലേ, പ്രോഡക്റ്റിൻ്റെ നേച്ചർ. ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ഇലാസ്റ്റിസിറ്റി. Generally, the demand for luxurious is more elastic than comforts and necessaries. The consumer will buy necessaries in fixed quantity, whatever may be their price. നമ്മൾക്കറിയാം, കൺസ്യൂമർ കൂടുതലായിട്ട് എന്ത് ചെയ്യും, മേടിക്കും. വിൽ ബൈ നെസസറി ഇൻ ഫിക്സഡ് ക്വാണ്ടിറ്റി. നെസസറി ഐറ്റംസ്, നെസസറി കമ്മോഡിറ്റീസ്, നെസസറി പ്രോഡക്ട്സ് അതിൻ്റെ റേറ്റ് എത്രയാണെങ്കിലും അത് ഫിക്സഡ് ക്വാണ്ടിറ്റിയിൽ അവർ എന്ത് തന്നെ ആയാലും എന്ത് ചെയ്യും, മേടിക്കും അല്ലേ. ഫുഡ് ഗ്രെയിൻസ്, സോൾട്ട്, മെഡിസിൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ബട്ട് കംഫർട്ട്, നമ്മളുടെ ലക്ഷീരിയസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ളത് നമ്മളെ ചേഞ്ച് ഇൻ ഇൻകത്തെ അനുസൃതമായിട്ടായിരിക്കും. ഇതാണ് നേച്ചർ ഓഫ് കമ്മോഡിറ്റിയിലൂടെ പറയുന്നത്. അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ദ ഡിമാൻഡ് for a goods which have substitute, it is normally elastic. For example, coffee and tea. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിനനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യും, ഇതും ഒരു ഫാക്ടറാണ്. എന്താണ്, നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറയുന്നത് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടീയും കോഫിയും, ടീക്ക് വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കോഫി സെലക്ട് ചെയ്യും. അവിടെ നമ്മളത് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇനി ഇൻകം ഓഫ് കൺസ്യൂമർ. റിച്ച് പീപ്പിൾ ആർ ലെസ് അഫക്റ്റഡ് ബൈ ദ ചേഞ്ച് ഇൻ പ്രൈസ്. സോ ഇഫ് എ കമ്മോഡിറ്റി ഈസ് കൺസ്യൂംഡ് മെയിൻലി ബൈ റിച്ച് പീപ്പിൾ, ഇറ്റ് ഈസ് ഡിമാൻഡ് വിൽ ടെൻഡ് ടു be inelastic because they will be demanded the commodity at all levels of prices. On the other hand, if a commodity consumed by the poor people, it is demand will tend to more elastic because they will change in the quantity of consumption according to change in price. നമുക്കറിയാം, കൺസ്യൂമറുടെ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. റിച്ച് പീപ്പിൾ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ഇൻ പ്രൈസ്, പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് ഒരിക്കലും അവരുടെ ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അത് ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണ്. ബിക്കോസ് ദേ വിൽ ഡിമാൻഡ് ദ കമ്മോഡിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് പ്രൈസ്. അവർ കമ്മോഡിറ്റിയുടെ ഏത് ഇതിലാണെങ്കിലും ഏത് പ്രൈസിലാണെങ്കിലും ആ പ്രോഡക്റ്റ് മേടിച്ചിട്ട്. ഓൺ ദ അതർ ഹാൻഡ്, if a commodity is consumed mainly by the poor people, ഒരു കമ്മോഡിറ്റി മേടിക്കുന്നത് പുവർ പീപ്പിൾ ആണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക്, ബിക്കോസ് ദേ വിൽ ബി ചേഞ്ച് ദ ക്വാണ്ടിറ്റി ഓഫ് കൺസപ്ഷൻ. അവിടെ പ്രൈസ് മാറുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്യും, കൺസപ്ഷൻ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കുറയും. പ്രൈസ് കൂടുതലാണെങ്കിൽ കുറയുകയും പ്രൈസ് കുറവാണെങ്കിൽ കൂടുതലാവുകയും ചെയ്യും. ഇനി പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ്. നമ്മൾക്കുണ്ടാകുന്ന നമ്മളെ ഇൻകം സ്പെൻഡ് ചെയ്യുന്നതും എന്താണ്, ഫാക്ടേഴ്സ് എഫക്റ്റാണ്.
ഒരു ഫാക്ടറാണ്. If a consumer is spending only a small portion of his total income on the consumption of commodity, the demand for such commodity will be inelastic. നമുക്കറിയാം, ഒരു കൺസ്യൂമർ തൻ്റെ കൺസംഷന് വേണ്ടിയിട്ട് തൻ്റെ ഇൻകത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് കുറയ്ക്കുന്നതെങ്കിൽ, ഉപയോഗിക്കുന്നതെങ്കിൽ, അവിടെ എന്താണ്, ദ ഡിമാൻഡ് ഫോർ എ സച്ച് കമ്മോഡിറ്റി വിൽ ബി ഇൻ ഇലാസ്റ്റിക് അല്ലേ. The other hand, if a consumer spend a major part of his income on a commodity, its demand will be elastic. ഇനി ഹാബിറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമറുടെ ബയ്യിങ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ അവർ ബയ്യിങ് ഹാബിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ബ്രാൻഡ് നോക്കിയിട്ടാണോ അല്ലെങ്കിൽ ബ്രാൻഡ് ബേസ്ഡായിട്ട് പ്രോഡക്റ്റ് മേടിക്കുന്നവരാണോ എന്നുള്ള രൂപത്തിലേക്ക്. അതും എന്താണ്, a factor affect elasticity of demand, number of uses of commodity. ഇത്രയും ഫാക്ടേഴ്സ് ആണുള്ളത്. ഇനിയുണ്ട് പോസ്റ്റ്പോൺ ടു ദ യൂസ് ഓഫ് കമ്മോഡിറ്റി, ഡിമാൻഡ് ഫോർ എ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻ സൊസൈറ്റി. അങ്ങനെ ഒരുപാട് പോയിൻറ്റ്സ് നമ്മളെ ടെക്സ്റ്റിലുണ്ട്. ഇനി സപ്ലൈ എന്താണ്, സപ്ലൈ എന്നുള്ളതാണ് അടുത്ത് നമ്മൾക്ക് പഠിക്കാനുള്ളത്. സപ്ലൈ മീൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എ ഫേം ഓർ എ പ്രൊഡ്യൂസർ ഈസ് വില്ലിംഗ് ടു സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു നിശ്ചിത പ്രൈസിൽ കമ്മോഡിറ്റി സപ്ലൈ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓഫ് എ ഫേം ഓർ എ പ്രൊഡ്യൂസർ, ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു ഫേമോ ഈസ് വില്ലിംഗ് ടു സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ്, ഒരു നിശ്ചിത പ്രൈസിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വിൽക്കാൻ വില്ലിംഗ് ആവുന്നതിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് ദ ഹയർ പ്രൈസസ് ഹയർ ക്വാണ്ടിറ്റി will be supplied and at lower prices lesser quantity will be supplied. The law establishes as direct relationship between price and supply. Supply, law of supply എന്ന് പറയുന്നത് that the higher prices higher quantity will be supplied. higher പ്രൈസിൽ higher quantity എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. ലോവർ പ്രൈസിൽ ലെസ്സർ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യും. ഇതാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ദ ലോ എസ്റ്റാബ്ലിഷസ്, ലോ പറയുന്നു പ്രൈസും സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് എന്ന്. ഓക്കെ. സപ്ലൈ കർവ്. ദ സപ്ലൈ കർവ് വിൽ ജനറലി റൈസ് അപ്വേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഉള്ള അപ്വേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അസംഷൻസ് ഓഫ് ദ ലോ ഓഫ് സപ്ലൈ. എന്തൊക്കെയാണ് അസംഷൻസ് എന്ന് നോക്കാം. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഇൻകം ഓഫ് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഇടയ്ക്ക് there is no change in the income. There is no change in the income of the buyers and sellers. ബയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെയോ ഇൻകത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. there is no change in the level of technology. ടെക്നിക്കലായിട്ട്, അതായത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ ടെക്നിക്കലായിട്ടുള്ള ചേഞ്ചുകളും ഉണ്ടാവില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. സപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെയോ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെയോ എല്ലാം റിലേറ്റഡ് ഗുഡ്സിൽ അതിൻ്റെ പ്രൈസിൽ എന്തുണ്ടായിരിക്കില്ല, യാതൊരുവിധ ചേഞ്ചും ഉണ്ടായിരിക്കില്ല. ദ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിമൈൻസ് അൺചേഞ്ച്ഡ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, അൺചേഞ്ച്ഡ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പ്രൊഡക്ഷൻ ഈസ് സബ്ജക്റ്റ് ടു ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്.
പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസിൻ്റെ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസിന് അനുസൃതമായിരിക്കും. സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഇലാസ്റ്റിക്. Supply of factors of production is elastic. Next, elasticity of supply. എന്താണ് elasticity of supply? Elasticity of supply measures the degree of responsiveness of the supply for a commodity to change in its price. Elasticity of supply എന്ന് പറയുന്നത് the degree of responsiveness of the supply for a commodity to change in its price. It refers to the extent to which the supply of the product increases or decreases as a result of the change in its price. It is the ratio of percentage change in quantity supplied to percentage change in price. പ്രൈസിനനുസൃതമായിട്ട് സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. എത്ര പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി സപ്ലൈ ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ മാറ്റമുണ്ടായി, ഏതിനനുസൃതമായിട്ട്? പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസൃതമായിട്ട്. ഇതിനെയാണ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. It is the quantitative or mathematical expression of law of supply. Elasticity of supply എന്ന് പറയുന്നത് ലോ ഓഫ് സപ്ലൈൻ്റെ ക്വാണ്ടിറ്റേറ്റീവോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനോ ആയിട്ടുള്ളതിനെയാണ് ലോ ഓഫ് സപ്ലൈ. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. എത്ര ക്വാണ്ടിറ്റി സപ്ലൈഡിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ്. ഇനി ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. എത്ര തരത്തിലാണ് അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈൻ്റെ ടൈപ്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഫസ്റ്റ് വൺ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. When there is a significant change in supply without any change or little change in its price is called a perfectly elastic supply. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലാർജ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ പ്രൈസ് ഓർ ലിറ്റിൽ ചേഞ്ച്, ഒരു ചെറിയ മാറ്റത്തിനോ അല്ലെങ്കിൽ പ്രൈസിൽ തീരെ മാറ്റമില്ലാതെയോ സപ്ലൈയിലുണ്ടാവുന്ന ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ദാറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് വിൽ നോട്ട് ബ്രിങ് അബൌട്ട് എനി ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാവുന്ന മാറ്റം കമ്മോഡിറ്റിയുടെ സപ്ലൈയിൽ യാതൊരുവിധ മാറ്റവും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയാം. വെൻ ബി ദ പ്രൈസ് ഇറ്റ് ഈസ് കാൾഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ദ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആയിരിക്കും അറ്റ് all പ്രൈസ് ലെവൽസ്. യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ ഇലാസ്റ്റിക് സപ്ലൈ? ദിസ് ഈസ് എ സിറ്റുവേഷൻ വേർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. നമ്മുടെ സപ്ലൈ ചേഞ്ച് ഇൻ സപ്ലൈ എന്തിന് ഈക്വൽ ആയിരിക്കും? പ്രൈസ് ചേഞ്ചിന് ഈക്വൽ ആയിരിക്കുന്ന ഒന്നിനാണ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. എന്താണ് റിലേറ്റീവ് ഇലാസ്റ്റിക് സപ്ലൈ? when proportionate change in supply is more than proportionate change in price. Proportionate change in supply is more than proportionate change in price. പ്രൈസ് ചേഞ്ച് ചെയ്തതിനേക്കാളും കൂടുതൽ സപ്ലൈയിൽ മാറ്റമുണ്ടായാൽ അതിനെയാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ ഹൈലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് when the proportionate change in the quantity of supply is less than proportionate change in price.
ക്വാണ്ടിറ്റി സപ്ലൈ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും താഴെയാണെങ്കിൽ ഇതിനെയാണ് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്തൊക്കെ ഫാക്ടറാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, നേച്ചർ ഓഫ് കമ്മോഡിറ്റിയുടെ നേച്ചർ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇറ്റ് ഈസ് എ കമ്മോഡിറ്റി. ഇഫ് എ കമ്മോഡിറ്റി ഈസ് പെരിഷബിൾ ഇറ്റ് സപ്ലൈ വിൽ ബി ഇലാസ്റ്റിക് അല്ലേ. പെരിഷബിൾ പ്രോഡക്റ്റ് ആണെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലാസ്റ്റിക് ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് സപ്ലൈ കനോട്ട് ബി റൈസ്ഡ് ഓർ റെഡ്യൂസ്ഡ് ബൈ റൈസ് ഓർ ഫാൾ ഇൻ ഇറ്റ്സ് പ്രൈസ്. സപ്ലൈ എന്ത് ചെയ്യാൻ പറ്റില്ല? റെഡ്യൂസ് ചെയ്യാനോ കൂടുതലാക്കാനോ പറ്റില്ല പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് അല്ലേ. പെരിഷബിൾ പ്രോഡക്റ്റിൽ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. നെക്സ്റ്റ് ഇസ് ടൈം. ദ ലോങ്ങർ ടൈം പീരീഡ് the more elastic will be the supply. Next is technique of production. If complicated production techniques are used for the production of a commodity, its supply will be inelastic. If complicated production techniques are not used, its supply will be relatively elastic. ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷനിലുണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷന് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അവിടെ എന്താണ്? സപ്ലൈ വിൽ ബി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇഫ് കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആർ നോട്ട് യൂസ്ഡ്, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് സപ്ലൈ വിൽ ബി റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. If the per unit cost of production increases at a faster rate than the rise in price, the supply will be inelastic. Cost of production, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സപ്ലൈ എന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് വെരി സ്ലോ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇലാസ്റ്റിക് ആയിരിക്കും. Producers' expectations. If producer expect a rise in the price of a commodity in the future, they will cut down the present supply. As a result, the supply becomes inelastic. On the other hand, if they accept the price to fall in the future, they will raise the present supply. Stage of law of return. If the law of diminishing return is applied in the industry, its supply will be inelastic. The law of constant return is applied in industry. Law of diminishing നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ലോ ഓഫ് ഡിമിനിഷിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ സപ്ലൈ വിൽ ബി ഇലാസ്റ്റിക് ആയിരിക്കും. ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ സപ്ലൈ എന്തായിരിക്കും? ഇലാസ്റ്റിക്. ഇഫ് ദ ലോ ഓഫ് ഇൻക്രീസിങ് return is applied in an industry, if supply will be highly elastic. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.